അതെ, ആ ഏജന്റിന്റെ മിസ്സിംഗ് കേസ് എന്തായി? അയാൾ ചൊറന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഒന്ന് വേഗം വരുന്നുണ്ടോ? ജനസമ്പർക്ക പോലീസ്. സാർ, കടലമുട്ടായി സാർ. അമ്പലത്തിലെ കടലമുട്ടായിയാ സാർ. കൊലപാതകയെ പോലാണല്ലോ നോക്കുന്നത്. കടലമുട്ടായി വാങ്ങിക്കൊടുത്ത് എൻ്റെ കാശ് പോയി. ചായ ചായ തന്നെയല്ലേ കൊടുക്കുന്നത്? വിഷം കൊടുക്കുന്നവരല്ലോ നോക്കുന്നത്. മാഡം ചായ വേണ്ട ചേട്ടാ. മാഡം, നിങ്ങളെ ഇൻസ്പെക്ടർ തലശ്ശേരി അമ്പലത്തിലെ കടലമുട്ടായി വേണമെന്ന് പറയുന്നു. അതിന് ഞാൻ എവിടെ പോവുക? ഏതെങ്കിലും കടയിൽ പോയി കടലമുട്ടായി വാങ്ങിച്ചു. അത് അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് അമ്പലത്തിലെ കടലമുട്ടായി എന്ന് വെച്ച് കൊടുത്തു. അവര് വിശ്വസിക്കും. ഇതുപോലും അറിയത്തില്ലെന്ന് വെച്ചാ. ഇതുപോലത്തെ തരിയുടെ പണിക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നും. എന്തായാലും സാരമില്ല, അമ്പലത്തിലെ കടലമുട്ടായിക്ക് ഒരു മോശം കിട്ടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യണം സാർ. ഇൻസ്പെക്ടറെ കാണണം. എന്താണോ കാര്യം? കാലത്ത് ഇന്റർവ്യൂവിന് പോയ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല സാർ. 1 second സാർ. ഒരു പെണ്ണ് മിസ്സിംഗ് കേസ് സാർ. മിസ്സിംഗ് കേസോ? മിസ്സിംഗ് കേസ് സാർ. തെളിച്ച് പറഞ്ഞോടെ. ശരി സാറേ. സാറേ, സാറിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ വാ. നമസ്കാരം സാർ. സാർ, സാർ, കാലത്ത് ഇന്റർവ്യൂവിന് പോയ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല സാർ. കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ വീട്ടിൽ അന്വേഷിച്ചു, എവിടെയും ചെന്നിട്ടില്ല. മോളുടെ പേര്? മലർവിഴി സാർ. വയസ്സോ? 22. ഈ ലവ് അങ്ങനെ പോലെ എന്തെങ്കിലും? ഞങ്ങളുടെ മോളങ്ങനെ ഇല്ല സാർ. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ പറയൂ. റൈറ്ററേ സാർ, കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞേക്ക്. ശരി സാർ. അതെ, എവിടെയാ സ്ഥലം? പൂക്കാടാണ് സാർ. പൂക്കാടോ? അതെവിടെയാ? വൈക്കമേട് സാർ. വാക്യമേടോ? അത് നമ്മുടെ കൺട്രോളിൽ വരില്ല. C1 സ്റ്റേഷനിലോട്ട് പോ. സാറേ, ശരി സാറേ. അത് C1 കൺട്രോളിലാണ്. പറഞ്ഞ കേട്ടില്ലേ? വേഗം ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുക, കണ്ടുപിടിച്ച് തരും. ചേട്ടാ, വാക്യമേട് ഏരിയക്ക് ഇതല്ലേ പോലീസ് സ്റ്റേഷൻ? ഇവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്ത് അവിടെ പോകാൻ പറയുന്നു. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. മാഡം ഒന്ന് സമാധാനപ്പെടും മാഡം. ഞാനതിന് ക്ഷമിക്കണം. മകളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഓടി നടക്കുക. അവർ ഈ സ്റ്റേഷന്റെ കൺട്രോളിലല്ലേ ഇരിക്കുന്നേ. മാസം മാസം ശമ്പളവും കിമ്പളവും വാങ്ങാൻ അറിയാലോ. 2 ഭാര്യമാർക്കും കൊടുക്കാൻ അറിയാലോ. കംപ്ലൈന്റ് വാങ്ങാനായിട്ട് അത്ര വേദനിക്കുന്നു. ഇങ്ങനെ പോയാലുണ്ടല്ലോ, ഇയാളെ കുറിച്ച് ഞാനേ പരാതി കൊടുക്കും. വേണ്ട മാഡം. ഈ കേസ് C7 കൺട്രോളിലാണ് ഉള്ളത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, കേട്ടോ? സാർ, ആ സ്റ്റേഷനിലാണ് പോയത് സാർ. അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് അയച്ചു. ഞങ്ങൾക്ക് എവിടെ കംപ്ലൈന്റ് എന്ന് അറിയില്ല സാർ. എന്ത് കേസാടോ? സർ, ഒരു പെണ്ണിന്റെ മിസ്സിംഗ് കേസാണ്. ഏത് കൺട്രോളിലാണ് വരുന്നത്? അത് C7 കൺട്രോളാണ് സർ. പേരെന്താ? മലർവിഴി സാർ. എൻ്റെ മോള്. സാർ പറയൂ സാർ. മലർമീഴി എന്നൊരു പെണ്ണെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് വന്നല്ലോ. സാർ, ഞാനിപ്പോൾ റൗണ്ട്സിലായിരുന്നു സാർ. അപ്പോൾ സ്റ്റേഷനിൽ ആരായിരുന്നു ഉണ്ടായിരുന്നേ? ദിവ്യയായിരുന്നു സാർ. അതെ, കംപ്ലൈന്റ് വാങ്ങിക്കാൻ അറിയില്ലേ? അവരുടെ മോളെ കാണില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതല്ലേ? ആരെങ്കിലും തിരിച്ചയക്കോ? സോറി സാർ, കംപ്ലൈന്റ് ഞാൻ എടുത്തോളാം. എടോ, ഇപ്പൊ തന്നെ 3 പെണ്ണുങ്ങൾ മിസ്സിംഗ് കേസ് പെൻഡിങ്ങിൽ ഇരിക്കുക. അതുകൊണ്ടാണ് താനത് അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല സാർ, ഞാൻ എൻ്റെ കടമയിൽ സത്യസന്ധനാണ് സാർ. അതൊക്കെ എനിക്കറിയാം. ആ FIR എടുത്തിട്ട് താൻ എന്നെ ഒന്നൊന്ന് കാണാം. തീർച്ചയായും താങ്കളെ ഒന്ന് കാണാം സാർ. ഓരോ മാസവും കഴിഞ്ഞിട്ട് ശമ്പളം അങ്ങനെ അറിയില്ലേ? അവിടെ ഇവിടെയും കൊണ്ട് ചെലവാക്കാൻ അറിയില്ലേ? പിന്നെന്താ കംപ്ലൈന്റ് വാങ്ങാൻ മാത്രം അറിയാത്ത? അത്രയ്ക്കും ധൈര്യമായില്ലേ? മേലുദ്യോഗസ്ഥൻ്റെ റെക്കമെൻഡ് അല്ലേ? അതുകൊണ്ടാണ് ഈ അഹങ്കാരം. എൻ്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ല.
പറയേ പറയാൻ സാർ പറയടാ. നിന്റെ മോളെ കുറിച്ച് അന്വേഷിക്കുന്നേ, പക്ഷെ നീയാണെങ്കിലും എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഡോ, ഭാഗ്യ. ഇതാ വരുന്നത് സാർ. ഉള്ള കേസിനെ തീർക്കാൻ പറ്റുന്നില്ല പിന്നെയാ. ഇരിക്കൂ. ആളുടെ പേരെന്താ? മലർവിഴി സാർ. അതെ, കാപ്പി എടുത്തോളൂ. എന്തിനാടി ഈ അവർണ നേരം വിളിക്കുമ്പോ തന്നെ ഈ പാട്ട് വിട്ടുകൊണ്ട് ബഹളം വെക്കുന്നത്? ബഹളം ഉണ്ടാക്കല്ലെന്നേ. 2 ദിവസം മുമ്പേ നമ്മുടെ വെട്രിയും അവളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ് സോങ് എല്ലാം ഇട്ട് അവനെ കൂളാക്കാണ്. ഓ, നമ്മുടെ വീട്ടിലെ പുലിക്കുട്ടി എന്ത് ചെയ്തോണ്ടിരിക്കുക? അവനതിന് നിസ്സാരക്കാരനാണ്. അവൻ ഹാർട്ട് സോങ് ഇട്ട് ഹാർട്ടിനെ ടച്ച് ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടു. ഇവൾക്ക് ഭരതനാട്യം എന്താണെന്നറിയില്ല. ഈ പിള്ളേരെല്ലാം കളിപ്പിച്ചിട്ട് എന്നെയും ടോർച്ചർ ചെയ്യാം അവള്. നിക്കടി, അങ്ങോട്ട് വരാം. ഇയാളെ പറ്റിയ ആള് പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും തില്ലാന കളിക്കാൻ തുടങ്ങും. അയ്യോ വേണ്ട വേണ്ട, പണ്ട് പോലെ നിന്റെ അമ്മ തില്ലാന കളിച്ചോണ്ടാണ് എന്റെ ശരീരം ഇങ്ങനെയായി പോയത്. നീയൊന്നും തില്ലാന കളിക്കണ്ട, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വാ, എനിക്ക് വാ. ഇത്രയൊക്കെ സ്വത്തന്നിട്ട് അതൊന്നും നോക്കാതെ സ്വന്തമായിട്ട് ഭരതനാട്യത്തിന്റെ സ്കൂളും വെച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് സിറോക്സ് കടയും വെച്ചിട്ടുണ്ട് എന്റെ മോള്. പക്ഷെ നിങ്ങളുടെ മകനോ നേരം വെളുത്തുണ്ട് റാപ്പ് എന്നറിയല്ലേ? ഇങ്ങനെയുള്ളവർക്ക് ഞാൻ മോളെ കെട്ടിച്ചു കൊടുക്കണം പോലും. എടോ, ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവന് സ്നേഹത്തിനെ പറ്റി എന്തറിയാനാ, ബന്ധങ്ങളെ പറ്റി എന്തറിയാനാണെന്ന്. എന്റെ മോൻ എന്തിനാ ജോലിക്ക് പോണ്ടത്? എന്റെ ഭർത്താവ് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മൊത്തം സ്വത്തേ അവൻ ഒറ്റ ഒരുത്തനുള്ളതാ. ഒറ്റ മോനായതുകൊണ്ട് തലേ കയറ്റി വെച്ചിട്ട് ഭരതനാട്യം കളിക്കോ? അടുപ്പിലെന്തായിരിക്കുന്നേ? മണം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഞാൻ നല്ല മീൻ വാങ്ങി കറി വെച്ചോണ്ടിരിക്കുക. അതിന്റെയാ. അപർണയ്ക്ക് മീൻകറി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതിന് അവള് വന്നു പറഞ്ഞ ഞാൻ ഒരു വായിൽ ഒഴിച്ചു വരണോ? വായിലൊന്നും ഒഴിക്കണ്ട, ഒരു തൂക്കുപാത്രത്തിൽ ഒഴിച്ചെന്നാ അത് എടുത്തിട്ട് പോകാലോ. കൊടുത്തയച്ചേക്കാം. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഹൈ വോളിയത്തിലിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങ് കഴിച്ചോ. തൂക്കുപാത്രം മറക്കല്ലേട്ടാ. മീൻകറിയെ പറ്റി മറക്കരുത് കേട്ടോ. അയ്യോ അയ്യോ, എന്ത് കഴിച്ചാലും ശരീരത്ത് കാണത്തില്ല. മോൻ ജോലി അന്വേഷിച്ചു പോയില്ലേ? കയ്യിലെന്തെങ്കിലും കാശ് കൊടുത്തേ. ഞാനാണ് അവനോട് ജോലിക്ക് പോകാൻ പറഞ്ഞേ. അപർണയാ പറഞ്ഞത്. അപർണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെടുത്ത് പോയി ചോദിക്കാൻ പറയടി. കെട്ടുന്നതിന് മുമ്പായിട്ട് കൈനീട്ടി കാശ് വാങ്ങിയാൽ മാത്രമേ പണത്തിന്റെ വില എന്താണെന്ന് സാറിന് മനസ്സിലാവുകയുള്ളൂ. അച്ഛാ, ഈ അപർണ പെണ്ണിന്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്നേ. മോനെ, ലഞ്ച് അപർണിക്കാണ്. പോകുന്ന വഴി കൊടുക്കണേ. വെറുതെ ഒന്നും കൊടുക്കണ്ട, കാശ് തരാം, എടുത്തിട്ട് പോ.